ദൈവം ഇനിയും അവൻ എന്നെ വഴി നടത്തും. പ്രൈസ് ഗോഡ്. ആ ഒരു തീരുമാനം വേറെ ആരും എടുത്താൽ ഒരു പ്രയോജനമില്ല, നമ്മൾ എടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. വെറുതെ എടുക്കണ്ട. കഴിഞ്ഞ നാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ആമേൻ, ഇനി നമുക്ക് പറയാം, ഈ ദൈവം ഇനിയും എന്നെ വഴി നടത്തും. പ്രൈസ് ഗോഡ്. പറയാൻ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്ന ഒരു കരം ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞാട്ടെ, ഈ ദൈവം ഇനിയും എന്നെ വഴി നടത്തും. തീർന്നില്ല, ജീവപര്യന്തം നടത്തും. പ്രൈസ് ഗോഡ്. ഈ ദൈവം ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമായിരിക്കയാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ അവൻ്റെ കൂടെ അങ്ങ് നടന്നാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വർഷത്തെ ഉപവാസ പ്രാർത്ഥനയുടെ തീം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു, അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും. ഈ ഒരു തീരുമാനത്തോടെ വേണം ഓരോ പ്രാവശ്യം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച ശേഷം മടങ്ങിപ്പോകേണ്ടത്. ഇനി മടങ്ങിപ്പോയാലോ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും ഈ തീരുമാനം പുതുക്കണം. ഇനിയും ഈ ദൈവത്തെ ഞാൻ സേവിക്കും, വഴി നടത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ സ്തോത്രം, ഇന്നത്തെ സങ്കീർത്തന പഠനം വളരെ സഹായമാകും. ഇതുവരെയും നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്തുമെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്താൽ നടത്തപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ കൂടെ പഠിക്കുമ്പോൾ അത് വളരെ പ്രയോജനപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് 57-ാം സങ്കീർത്തനം 11 വാക്യങ്ങളുള്ള ഈ 57-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിൻ്റെ തലക്കെട്ട് ഒന്ന് വായിച്ചു നോക്കി. സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ്ണഗീതം. നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, നശിപ്പിക്കരുതേ എന്നൊരു രാഗം, ആ രാഗം 4 സങ്കീർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. 57, 58, 59, 75. ഈ 4 സങ്കീർത്തനങ്ങളും പഠിച്ചു നോക്കിയാൽ അതിൻ്റെ കോണ്ടക്സ്റ്റ്, ദൈവത്തിന്റെ സ്തോത്രം, സങ്കീർത്തനക്കാരൻ ചില ആപത്തുകളെ, അപകടങ്ങളെ, അനർത്ഥങ്ങളെ മുമ്പിൽ കണ്ട സമയത്താണ് ഈ സങ്കീർത്തനം എഴുതിയത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകല് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ സങ്കീർത്തനക്കാരൻ്റെ സ്വഭാവം മനസ്സിലാക്കി അവൻ്റെ കൂടെ നിന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിന്റെ അനുഭവത്തിൽ നമ്മൾ എത്തിച്ചേരും. പ്രൈസ് ഗോഡ്. ദാവീദിനെ കുറിച്ച് വായിക്കുന്നത്, ദാവീദ് ചെറുപ്പം തൊട്ട് പല പല അപകടങ്ങളിലൂടെ കടന്നുപോയി. പലരും ദാവീദിനെ മറന്നു, പലരും ദാവീദിനെ ഉപേക്ഷിച്ചു. പ്രൈസ് ഗോഡ്. ആദ്യം അപ്പനും അമ്മയും മറന്നു, കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ചേട്ടന്മാർ, സഹോദരങ്ങൾ മറന്നു, വീണ്ടും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ സ്വന്തം ഭാര്യ മറന്നു, ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ സ്വന്തം മകൻ മറന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തള്ളിപ്പറഞ്ഞു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ആ ദാവീദിനെ എല്ലാവരും തള്ളിയെങ്കിലും അവന്റെ ദൈവം അവനെ തള്ളിയില്ല. പ്രൈസ് ഗോഡ്. മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, പ്രായത്തിന്റെ നല്ല പ്രായാധിക്യത്തിൽ, വാർദ്ധക്യത്തിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദാവീദ് കാലസമ്പൂർണതയിൽ പ്രാണനെ വിട്ട് തന്റെ ദൈവത്തോട് ചേർന്നു. അപ്പം ജീവപര്യന്തം വഴി നടത്താൻ കൊള്ളാവുന്നൊരു ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദ് സ്തുതിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? 1-ാം വാക്യം വായിച്ചാട്ട്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ആദ്യത്തെ വാക്കിൽ തന്നെ കോണ്ടക്സ്റ്റ് കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ഏത് സന്ദർഭത്തിലാണ് ദാവീദ് പറഞ്ഞത്? തൻ്റെ ചുറ്റും തന്നെ വളഞ്ഞ് ആപത്ത് ഒന്നല്ല, ആപത്തുകൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അനവധിയായിട്ടുള്ള ആപത്തുകൾ, കലാമിറ്റീസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ കലാമിറ്റി, കറ്റസ്ട്രോഫി എന്നൊക്കെ പറയുന്ന വാക്കുകൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, വളരെ ആഴത്തിൽ അർത്ഥമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കലാമിറ്റീസ് ഒഴിഞ്ഞു പോകുവോളം ഒരാപത്തല്ല, അനവധിയായ ആപത്തുകൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
ജീവിതത്തിൽ വളഞ്ഞു നിൽക്കുമ്പോൾ പ്രാർത്ഥനക്കാരനായ, ആരാധനക്കാരനായ, ദൈവത്തെ പാടി സ്തുതിക്കുന്നവനായ ദാവീദ്, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞത് എന്നാണെന്നറിയാമോ? ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, നിനക്ക് നിന്റെ ജീവന് ഭീഷണി വരുമ്പോൾ, നിന്റെ പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിന് ഭീഷണി വരുമ്പോൾ, നിന്റേതായിട്ടുള്ള സ്വത്തിന് ഭീഷണി വരുമ്പോൾ, ജീവനും സ്വത്തിനും കുടുംബത്തിനും ഭീഷണി വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എത്ര പേര് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറയും? പ്രൈസ് ഗോഡ്. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ഒരു പ്രാവശ്യമല്ല, ഒന്നുകൂടി വായിച്ചേ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആപത്തുകൾ ഒഴിഞ്ഞു പോകത്തക്കവണ്ണം വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ കഷ്ടത്തിന്റെ മധ്യേ, പ്രയാസത്തിന്റെ മധ്യേ, പ്രതികൂലത്തിന്റെ മധ്യേ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കരഞ്ഞുകൊണ്ട് നിൽക്കാനല്ല, വിലപിച്ചുകൊണ്ട് നിൽക്കാനല്ല, നിന്റെ ശബ്ദം ഉയർത്തി നിന്റെ ദൈവത്തോട് പറയണം, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവർക്ക് പോലും, മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് പോലും അതേ നിമിഷത്തിൽ ഒരു കാര്യം മനസ്സിലാക്കും: അവന്റെ കൃപ നിന്നിലേക്ക് ഒഴുകി വരുന്നത്. കഷ്ടകാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിക്കാം, അവൻ നിന്നെ വിടുവിക്കും, നീ അവനെ മഹത്വപ്പെടുത്തും. ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോൾ, പ്രയാസകാലം വരുമ്പോൾ, പ്രതികൂലമായ അവസ്ഥകൾ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പുഴുക്കളും സാധുക്കളുമായ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടെങ്കിൽ ഇത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര വലിയ കഷ്ടം വന്നാലും, എത്ര വലിയ പ്രയാസം വന്നാലും, എത്ര വലിയ പ്രതികൂലം വന്നാലും ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, കഷ്ടകാലത്ത് എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരുവൻ ഉണ്ടെന്ന് ആ ഉറപ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ഇന്ന് വിളിച്ചപേക്ഷിച്ചാൽ നാളെയല്ല ഉത്തരം തരുന്നത്, ഇന്ന് ഉത്തരം തരാൻ കഴിവുള്ള ദൈവമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇന്ന് തരുവാൻ കഴിവുള്ള ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആപത്തുകളുടെ മധ്യേ, അനർത്ഥങ്ങളുടെ മധ്യേ, അപകടങ്ങളുടെ മധ്യേ പേടിച്ചു നിൽക്കാനല്ല, വിളിക്കും നിന്റെ ദൈവത്തെ, ഉറക്കെ വിളിക്ക്, അടങ്ങിയിരിക്കല്ലേ. ഉത്തരം ലഭിക്കുന്ന ദൈവം, ഉത്തരം തരുന്ന ദൈവം ഇന്ന് ഉത്തരം തരും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ചില വിഷയങ്ങളുടെ പുറത്ത് ഭാരപ്പെട്ട് ഭയപ്പെട്ട് ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുന്ന ജനത്തിന് നീ ഉത്തരം കൊടുക്കാൻ കഴിവുള്ള ദൈവമായിരിക്കാൻ ഇന്നൊരു ഉത്തരം കൊടുക്കണമേ. ടുഡേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് തന്നെ നീ ഒരു ഉത്തരം കൊടുക്കണമേ. ആമേൻ. ഇന്നൊരു ഉത്തരം വേണമെന്ന് താല്പര്യത്തോടെ വന്നവർ വല്ലവരും ഉണ്ടോ? ഇന്ന് എനിക്കൊരു ഉത്തരം വേണമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിനു മുമ്പ് പോയ പോലെയല്ല, ഇതിനു മുമ്പ് വന്ന പോലെയല്ല, ഇതിനു മുമ്പ് ചിലയിടത്തൊക്കെ പോയ പോലെയല്ല. ഇന്ന് ദൈവത്തിന്റെ സ്തോത്രം, എനിക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ്. എനിക്കൊരു ഉത്തരം വേണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു സ്ത്രീയെ കുറിച്ച് ഇത്രയും വിവരിച്ചാൽ, ഇതുപോലെ വിവരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ത്രീ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? പുരുഷനിരിപ്പുണ്ടോ? ആരെങ്കിലും ഇരിപ്പുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 12 സംവത്സരമായിട്ട്, 12 വർഷമായിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, രക്തസ്രവമുള്ളവളായി. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ. ഇന്ന് പ്രൈസ് ഗോഡ്, രക്തസ്രവമുള്ള ഒരു വ്യക്തിക്ക് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഡോക്ടറെ കാണാം, ഗൈനക്കോളജിസ്റ്റിനെ കാണാം, ആസ്പത്രിയിൽ പോകാം, ഹോമിയോ മരുന്ന് കഴിക്കാം, ആയുർവേദം കഴിക്കാം, ഓപ്പറേഷൻ ചെയ്യാം, പല പരിപാടികൾ ചെയ്യാം. പ്രൈസ് ഗോഡ്. എന്നാൽ അന്ന് അങ്ങനെയല്ല. ഒരു സ്ത്രീ രക്തസ്രവമുള്ളവളാണെങ്കിൽ അവൾ സമൂഹത്തിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പുറത്താക്കപ്പെടുന്നവളാണ്. അവളെ ആര് തൊട്ടാലും അവർ അശുദ്ധരാണ്.
അവൾ എന്ത് തൊട്ടാലും അത് അശുദ്ധമാണ്. ഇങ്ങനെയുള്ളവരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ല. അവൾക്കൊരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കല്യാണത്തിന് മാത്രമല്ല, ശവമടക്കിന് പോലും പോകാൻ പറ്റത്തില്ല. 4 പേര് കൂടുന്ന സ്ഥലത്ത് ഇവൾക്ക് പോകാൻ അവകാശമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര നാളായി തുടങ്ങിയിട്ട്? 12 വർഷം മറ്റുള്ളവരാൽ തള്ളപ്പെട്ട്, ത്യജിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട് കിടക്കുന്ന 12 വർഷമായി കിടക്കുന്ന ഒരു സ്ത്രീ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവളുടെ രണ്ടാമത്തെ വിശേഷണം, പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. വൈദ്യന്മാരാൽ സഹിച്ചു. പ്രൈസ് ഗോഡ്. എറണാകുളത്തൊരു ഡോക്ടറുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. രോഗികൾ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് വലിയെന്ന് പറയും. അപ്പോൾ ശ്വാസം അകത്തേക്ക് വലിക്കണം. പിന്നെ എപ്പോൾ വിടാമെന്നറിയാമോ? വിടെന്ന് പറയുമ്പോൾ അല്ലാതെ വിടാൻ പാടില്ല. അല്ലാതെ എങ്ങാനും വിട്ടാൽ പിന്നെ പുള്ളി നോക്കത്തില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ ചെന്നു, സ്റ്റെതസ്കോപ്പ് വെച്ചു, വലിയെന്ന് പറഞ്ഞു, പുള്ളി വലിച്ചു. വിടെന്ന് പറഞ്ഞു, ശ്വാസം വിട്ടു. വീണ്ടും വലിയെന്ന് പറഞ്ഞു, വലിച്ചു. വിടെന്ന് പറഞ്ഞു, ശ്വാസം വിട്ടു. മൂന്നാമത് വലിയെന്ന് പറഞ്ഞു, വലിച്ചു. അപ്പം നേഴ്സ് ഒരു കടലാസുമായിട്ട് വന്നു. അദ്ദേഹം കടലാസ് നോക്കാൻ പോയി. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പം പ്രൈസ് ഗോഡ്, ഈ പുള്ളി പറഞ്ഞു, ഡോക്ടറെ ഞാനങ്ങ് പറഞ്ഞില്ലേലും ഞാനങ്ങ് വിടുക എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. തിരിച്ചു കിടത്തി, അപ്പുറത്തോട്ട് തിരിച്ചു കിടത്തി, ഇപ്പുറത്തോട്ട് തിരിച്ചു കിടത്തി, കമന്ന് കിടക്ക്, മലന്ന് കിടക്ക്, വാതുറക്ക്, നാക്ക് നീട്ട്. പ്രൈസ് ഗോഡ്, ഇതെല്ലാം ചെയ്യുമല്ലേ? എന്തൊരു അനുസരണമെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഇതെല്ലാം അനുഭവിച്ച് പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കറിയാവുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് സ്റ്റെതസ്കോപ്പൊന്നും വേണ്ട. പ്രൈസ് ഗോഡ്, ചുമ്മാ മുതുകത്തിട്ട് ഇടിച്ചു നോക്കും. ശബ്ദം കേട്ടാൽ അറിയാം, പുള്ളിക്ക് അറിയാം. വെറുതെ നല്ല ഡയഗ്നോസാണ്. പക്ഷെ ഇടി കൊള്ളണം. ദൈവത്തെ ഏറിയൊന്ന് സഹിച്ച്. തീർന്നില്ല. ചുമ്മാ ഇടിക്കത്തില്ല, ചുമ്മാ വലിക്കാൻ പറയത്തില്ല, കാശ് കൊടുക്കണം, ആദ്യമേ കൊടുക്കണം. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ച്. എന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒട്ടും ഭേദം വരാതെ കഴിഞ്ഞ 12 വർഷങ്ങളായി ഇവൾ മുട്ടാത്ത വാതിലുകളില്ല, കാണാത്ത വൈദ്യന്മാരില്ല, കഴിക്കാത്ത മരുന്നില്ല. പക്ഷേ ഒട്ടും ഭേദം വരാതെ ഇതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് അവൾ ഏറ്റവും പരവശയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏറ്റവും പരവശയായി തീർന്നു അവൾ. ഒരു ദിവസം, ഹല്ലേലൂയ, യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ കിടക്കുകയല്ല ചെയ്ത്, അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റ് യേശു എവിടെയാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ചെന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചെന്നിട്ട് പുറകിൽ നിന്ന് മുമ്പിൽ കൂടെ വന്നാൽ അവൾക്ക് ദൈവസ്തോത്രം ആരെങ്കിലും അറിഞ്ഞ് ബഹളമുണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് ആരെയും അറിയാതെ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൾ വിശ്വസിച്ചത് ഇങ്ങനെയാണ്: യേശുവിനെ വസ്ത്രമെങ്കിലും തൊട്ടാൽ, എനിക്ക് യേശുവിനെ തൊടാൻ അധികാരമില്ല, യേശുവിനെ എന്നെ തൊടാൻ പ്രൈസ് ഗോഡ് പ്രമാണം അനുവദിക്കുന്നില്ല. എന്നെ തൊട്ടാലും അശുദ്ധമാകും, ഞാൻ തൊട്ടാലും അശുദ്ധമാകും. അതുകൊണ്ട് ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ ചെന്ന് പുറകിൽ കൂടെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രമൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം തരുമെന്ന് വിശ്വസിക്കുക മാത്രമല്ല, അവൾ ചെന്നു തൊട്ടു. ആമേൻ, പ്രൈസ് ഗോഡ്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവിടെ രോഗം മാറി എന്നല്ല എഴുതിയിരിക്കുന്നത്, ബാധ മാറിയെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെറുതെയല്ല വൈദ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്, വെറുതെയല്ല ഒരു മരുന്നും ഫലിക്കാതെ പോയത്. രോഗത്തിന് മരുന്ന് കഴിച്ചാൽ മാറും. പ്രൈസ് ഗോഡ്. പക്ഷെ ബാധയ്ക്ക് മരുന്ന് പറ്റത്തില്ല. രോഗം മാറണമെങ്കിൽ ഡോക്ടർക്ക് മാറ്റാൻ സാധിക്കും, പക്ഷെ ബാധ മാറ്റാൻ ഡോക്ടർമാർക്ക് പറ്റത്തില്ല. എന്നാൽ ബാധ മാറാൻ കഴിവുള്ള ഒരുവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ മതി. ബാധ മാറി. ശൈത്താൻ സ്വസ്ഥയായി. ഇന്ന് പകൽക്കാലം നിന്റെ സ്വസ്ഥത കെടുത്തുന്ന വിഷയം രോഗമല്ല. അത് രോഗമായിരുന്നെങ്കിൽ ഡോക്ടർമാർ സൗഖ്യമാക്കിയേനെ.
അത് രോഗമായിരുന്നെങ്കിൽ ഹല്ലേലൂയ മരുന്ന് കൊണ്ട് സൗഖ്യമായേനെ. എന്നാൽ ഡോക്ടർമാർ കണ്ടിട്ടും മാറി മാറി മരുന്ന് കഴിച്ചിട്ടും ഒരു കുഴപ്പമില്ലെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടും ഇപ്പോൾ ഹല്ലേലൂയ പിന്നെയും രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നീ നിൽക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ഇത് ബാധയാണ്. തീർന്നില്ല. ബാധ മാറ്റാൻ കഴിവുള്ള ഒരുവനുണ്ട്, നസ്രയനായ യേശു. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. അരബല കതുരക ജഗരക നഗര തുരുത ഭരകര ഹദ്ദുര ബൗഡേ ജീവന ഭാര ശൈല രഗതക സന്തുര വടഭ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ ഈ അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, പല പല സൊല്യൂഷൻ കാര്യത്തിന് വേണ്ടി കണ്ടിട്ട് നടക്കാതെ വരുമ്പം ഒത്തിരി ഒത്തിരി സ്ഥലത്ത് പോകും. ചിലർ മന്ത്രവാദിയുടെ അടുക്കൽ പോകും, ചിലർ ആഭിചാരകൻ്റെ അടുക്കൽ പോകും, പ്രൈസ് ഗോഡ്, ചിലർ ക്ഷുദ്രക്കാരൻ്റെ അടുക്കൽ പോകും. ഇവരെല്ലാം കൂടെ കാട്ടിക്കൂട്ടുന്നതിന് കാശ് കൊടുത്ത് നിന്ന് കൊടുത്ത് അവർ തരുന്ന സാധനം മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കുഴിച്ചിരുന്ന പാർട്ടികളുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്നിവിടെ വന്നിട്ടുള്ള ഇവിടെ ഉള്ള ഒരാളുടെ വീട്ടിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ചെന്നപ്പം കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിന് സ്തോത്രം. വേറെ ആരുമല്ല, വീട്ടുകാരൻ തന്നെ. ശരിയാന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ വിഷയമേൽപ്പിച്ചാൽ ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയും, ഈ കൂടോത്രക്കാരും ആഭിചാരക്കാരും ക്ഷുദ്രക്കാരും ആശ്രയിക്കുന്നത് ആരെയെന്നറിയാമോ? സാക്ഷാൽ പിശാചിനെയാണ്. പ്രൈസ് ഗോഡ്. പിശാചിനെ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും നശിപ്പിപ്പാനും അല്ല ദുഷ്ടൻ വരുന്നില്ല. പിശാചിനെ അറുക്കാൻ പറ്റും, മുടിക്കാൻ പറ്റും, നശിപ്പിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. ചീന്തിക്കളയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ കാലത്ത് നമ്മൾ വായിക്കുന്നു, ആമേൻ, ദൈവസനിൽ നിന്ന് പുറപ്പെട്ടു പോയ സാത്താൻ, ദൈവത്തിന് സ്തോത്രം, ആദ്യം പ്രൈസ് ഗോഡ് ആടിനെ ബാധിച്ചു, ആടിനെ എല്ലാം കട്ടുകൊണ്ടുപോയി. രണ്ടാമത് മൃഗങ്ങളെ മുഴുവൻ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് ആകാശത്ത് നിന്ന് തീ വീണ് കത്തി കുറേതിനെ കൊണ്ടുപോയി. പിന്നെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 4 വശത്തു നിന്നും കാറ്റടിപ്പിച്ച് മക്കളെ കൊണ്ടുപോയി. പ്രൈസ് ഗോഡ്. തീർന്നില്ല. ഒടുവിലായി ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ രോഗമായിട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കത്തക്കവണ്ണം ബാധിച്ചു. പ്രൈസ് ഗോഡ്. ബാധ ഏതെല്ലാം നിലവാരത്തിൽ പോകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എത്ര ലെവലിൽ വിട്ട് ബാധ പോയാലും ബാധമേൽ അധികാരമുള്ള ഒരുവനുണ്ട്. യെസ്. ഏത് ബാധയായാലും അതിന്മേൽ അധികാരമുള്ള ഒരുവനുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. അപ്പോ നിനക്ക്, നിന്റെ കുടുംബത്തിന് ഉയർച്ചയ്ക്ക്, നന്മയ്ക്ക്, അനുഗ്രഹത്തിന് എതിരായി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആര് എന്ത് ചെയ്താലും കൂട്ടുപിടിക്കുന്നത് പിശാചിനെയാ, ചെകുത്താനെയാ. ദൈവം സ്തോത്രം. പ്രൈസ് ഗോഡ്. ചെകുത്താനെ വിട്ട് ചെകുത്താൻ വന്ന് നിന്റെ വീട്ടിൽ തീയിട്ടാലും, തലമുറയെ തൊട്ടാലും, വീടിനെ തൊട്ടാലും, ഞാൻ പ്രൈസ് ഗോഡ് ബിസിനസ്സിനെ തൊട്ടാലും, ജോലിയെ തൊട്ടാലും, സമ്പത്തിനെ തൊട്ടാലും കോടതി കൊണ്ട് പെറ്റീഷൻ കൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. AK-47 തോക്കൊണ്ട് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഇവനോട് എതിർക്കാൻ എനിക്ക് ശക്തിയില്ല. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ എന്നെ സഹായിക്കാൻ, ബലഹീനനെ സഹായിക്കാൻ ഒരുവനേ ഉള്ളുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം എന്നോട് കൃപയുണ്ടാകണമേ. വിളിച്ചപേക്ഷിക്ക്, വിളിച്ചപേക്ഷിക്ക്. എത്ര ശക്തമായ മന്ത്രവാദമായാലും, എത്ര ശക്തമായ ആഭിചാരമായാലും അതിന്മേൽ അധികാരമുള്ള യേശുവിന്റെ ശക്തി. റുബന ഖതുര ജബന രഗതക ജഗര അർതുര വരവൽ ഖൗഡക രഗത ശന്തര ബൗഡേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ ഡേവിഡ് അച്ചാനോട് ഒരു പെർമിഷൻ ചോദിക്കാൻ പോയതാണ്. എന്നാന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഞാൻ ആദ്യം പറഞ്ഞ വീട് ഈ വീടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ചില സാഹചര്യത്തിൻ്റെ പുറത്ത് വീട്ടിൽ പല പല പ്രശ്നങ്ങൾ വന്ന സമയത്ത്
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. തനിക്ക് ചില ഉപദേശങ്ങൾ കിട്ടി, ഇതിനെതിരായി പ്രവർത്തിക്കാൻ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കഴിവുള്ള ഒരുവനുണ്ട്. ആരാ? ഇന്നടത്തുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് ഒരു കുപ്പി 6 അടി താഴത്തിൽ കുഴിച്ചിട്ടു. പക്ഷേ ദൈവകൃപ വ്യാപരിച്ചപ്പോൾ അത് തന്നെ വെളിയിൽ വന്നു, പൊങ്ങി വന്നു. ആഴത്തിൽ കിടക്കുന്ന വിഷയങ്ങളെ പൊക്കിയെടുക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങളുടെ ദൈവം, വിടുതലിന്റെ ദൈവം. നിന്റെ ഭവനത്തിലെ അനർത്ഥങ്ങൾ കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ മേൽ ജയമെടുക്കാൻ അത്തുര ജപന തകരക തകര പോടാ രഗത ജഗനക രഗതേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പിശാച് നോട്ടമിട്ടാൽ ശക്തിയോടെ പ്രാർത്ഥിച്ചോണം, ശക്തിയോടെ ആരാധിച്ചോണം. ദൈവകൃപ കൊണ്ട് മാത്രമേ പിശാചിനെ ഓടിക്കാൻ പറ്റൂ. വേറെ ഒന്നുകൊണ്ടും സാധ്യമല്ല, വേറെ ഒന്നുകൊണ്ടും സാധ്യമല്ല. നിന്റെ സർവ കഴിവുകൾ ഉപയോഗിച്ചാലും സാധ്യമല്ല. ദൈവകൃപ. അന്തര ദവര ദഗരക ദഗര ശന്തര ജൗഡേ ഭീരക ലഗത്തുൽ ഖരകല ഖത്തുര ബൗഡേ മകാ ബകര ധുനദ രഗതക ജഗര ശന്തര. ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയിൽ നിലനിൽക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കാക്ക മീൻ കൊണ്ടുപോകാതെ ഉണക്കാനിട്ട പോലെയാണ്. നിന്റെ കണ്ണ് എപ്പോഴും ശ്രദ്ധിച്ചോണം. കാക്ക കൊണ്ടുപോയിക്കളയും. അവനവിടെ കാത്തിരിക്കുകയാണ്. നീ ഒന്ന് കണ്ണ് തെറ്റിയാതും വലിയ കൊത്തിക്കൊണ്ട് പറക്കും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്തിനറിയാമോ, ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പറയണം, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഓരോ മണിക്കൂറും ഇടയ്ക്കിടയ്ക്ക് പറയണം, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ എന്ന് വരെ വേണം. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. ഇന്ന് പകൽക്കാലം ചുറ്റി നിൽക്കുന്ന ആപത്തുകൾ ഒഴിഞ്ഞു പോകത്തക്കവണ്ണം ദൈവകൃപ. കടബല കതുരക ജഗനക രന്തര ബൗഡേ കർദല ജവന തരകര ഹത്തല ജീവന ബറുര ശർബര ഹരദ കൽക്കാ രഗത ജുനബല ഹത്ത. ശത്രുവിന്റെ പല്ലിന് ഇരയായി വിട്ടുകൊടുക്കാത്ത ദൈവകൃപ. ദൈവമക്കളെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ പ്രൈസ് ഗോഡ് പ്രാർത്ഥിക്ക്. എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം എഴുതിയിരിക്കുന്ന അർത്ഥം എന്നറിയാമോ? അത് ശക്തിയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ആ രാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നശിപ്പിക്കരുത്. നശിപ്പിക്കാൻ നിൽക്കുന്ന, മുടിക്കുവാൻ നിൽക്കുന്നവ, തകർക്കുവാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ നിന്നെ ജയമെടുക്കുവാൻ തക്കവണ്ണം, ജയാളിയാക്കി മാറ്റുവാൻ തക്കവണ്ണം വേറെ ഒന്നുമില്ല, ദൈവകൃപ. കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ, കൃപയുണ്ടാകണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്ത് പറഞ്ഞിറങ്ങണം? ഇന്ന് പ്രൈസ് ഗോഡ് ഞാൻ വന്നത്, ഹല്ലേലൂയ, ചില ബാധകൾ മാറി സ്വസ്ഥയായി വീട്ടിൽ പോകാനാണ്, സ്വസ്ഥമായി വീട്ടിൽ പോകാനാണ്. നിന്റെ സ്വസ്ഥത കെടുത്തുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് അതിനൊരു പരിഹാരം കണ്ട് വീട്ടിൽ പോകണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അതിന് എന്ത് ചെയ്യണം? ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. മനസ്സിലായി? ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതും എത്ര പ്രാവശ്യം പറയുന്നറിയാമോ? താഴോട്ട് നോക്കിയേ.
അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളവും ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം 2 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ശരണം പ്രാപിക്കുന്നു. ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എങ്ങനെയാണ് ശരണം പ്രാപിക്കണമെന്ന് അറിയാമോ? മർക്കോസിന്റെ സുവിശേഷം വായിച്ച ആ സ്ത്രീ ചെയ്തതുപോലെ 12 സംവത്സരമായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് ഏറ്റവും പരവശയായി തീർന്ന സ്ത്രീ അവൻ്റെ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നിഴലിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കാൻ പോകുകയാണ്. യേശുവിനെ ഞാൻ ശരണം പ്രാപിക്കാൻ പോകുകയാണ്. എന്നിട്ട് ഞാൻ യേശുവിനോട് പറയാൻ പോകുകയാണ്, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ആമേൻ. അങ്ങനെ പറഞ്ഞ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട നാഴികയിൽ ക്ഷണത്തിൽ സ്ട്രെയിറ്റ് അവേ, ആ നിമിഷം, ആ സെക്കൻഡിൽ ദൈവകൃപ, ദൈവകൃപ. പ്രൈസ് ഗോഡ്. എങ്ങനായി ദൈവകൃപ വ്യാപരിച്ചതെന്ന് അറിയണമെങ്കിൽ അടുത്ത ഭാഗം വായിച്ച, അടുത്ത വാക്യം വായിച്ചേ. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് എന്തോ ചെയ്തു? ശക്തി പുറപ്പെട്ടു. ശക്തി പുറപ്പെട്ടെന്ന്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് മനസ്സിലാകണമെങ്കിൽ ഷോക്ക് അടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. ആ ലൈനയിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ. ആ സെക്കൻഡിൽ ഷോക്കടിച്ചതുപോലെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഷോക്കടിച്ചതുപോലെ സെക്കൻഡ് കൊണ്ട് വ്യാപരിക്കുന്ന ദൈവകൃപ നിന്റെ വിഷയത്തിന്മേൽ വ്യാപരിച്ചാൽ കരബല കരത ജഗരക ജഗരം ദേഖാരാധ ബഖാരാധ ജുന്നാരാധ സംദാരാധ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പിശാച് എന്ത് ചെയ്യുന്നു അറിയാമോ? വിട്ടുപോയേ പറ്റൂ. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഷോക്കടിച്ചതുപോലെ ദൈവകൃപ എന്നിൽ വ്യാപരിച്ചിട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ക്ഷണത്തിൽ വ്യാപരിച്ചിട്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രശ്നത്തിൽ ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവശക്തി വ്യാപരിക്കണമെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തടസ്സമായി നിൽക്കുന്നത് എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും. എത്ര ഉറപ്പുണ്ട്? സ്തോത്രം. പ്രൈസ് ഗോഡ്. ആ ഉറപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം മറുപടി തരുമെന്ന് ഉറപ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നയോളം നടത്തിയവനെ ഇനി മേലും നീ എന്നെ നടത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ക്ഷണത്തിൽ ബാധ മാറി. ആമേൻ. അവൾക്ക് സൗഖ്യം ലഭിച്ചതുപോലെ, രക്തസ്രവം നിന്നു ക്ഷണത്തിൽ സൗഖ്യം ലഭിച്ചതുപോലെ ഒരു വിടുതലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. Praise God. Riba ragada dirda ragada jaradara karada ardara baude shagadaka jagara turudala baude megara bana dhimana jarava arda jagana turudal kaude shandara jauda shamdara bauda adara jabana dalagara khaddala bauda. Amen. Hallelujah. എന്താ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ അനവധി കഷ്ടങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ. വലിയ കഷ്ടങ്ങൾ കൂടെ കഴിഞ്ഞാൽ കടന്നുപോയല്ലേ? കുടുംബമായി കടന്നുപോയല്ലേ? തലമുറയായി കടന്നുപോയല്ലേ? വലിയ കഷ്ടങ്ങൾ കൂടെ കടന്നുപോയല്ലേ? ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന എന്നാന്നറിയാമോ? അനവധി കഷ്ടങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ?
ആമേൻ. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിപ്പിച്ച ദൈവം അനവധി കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ സ്ഥാനത്ത് ഇന്ന് വീണ്ടും എനിക്കൊരു ജീവൻ വേണം. വലിയ കഷ്ടത്തിൽ കൂടെ കഴിഞ്ഞ നാൾ ഞാൻ കടന്നുപോയി, എൻ്റെ കുടുംബം കടന്നുപോയി, എൻ്റെ ജീവിതം കടന്നുപോയി, എൻ്റെ വിഷയങ്ങൾ കടന്നുപോയി, ബിസിനസ്സിൽ കടന്നുപോയി, തലമുറയിൽ കടന്നുപോയി, ആരോഗ്യത്തിൽ കടന്നുപോയി, പഠനത്തിൽ കടന്നുപോയി, യാത്രയിൽ കടന്നുപോയി, ജോലിയിൽ കടന്നുപോയി. അനവധി 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 കഷ്ടങ്ങൾ. ജീവന ബൗഡക ജഗതക ജഗര. ആമേൻ. അവൻ യേശുവിന്റെ നാമത്തിൽ അനവധി കഷ്ടങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? രക്തത്താൽ ജയം. ആമേൻ. അല്ലേ? 71 സങ്കീർത്തനത്തിന്റെ 20 വാക്യം ഒന്ന് വായിച്ചേ. 71 സങ്കീർത്തനം 20 വാക്യം. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ. എത്ര കഷ്ടം കണ്ടു? നിങ്ങൾ ഓരോടും ചോദിച്ചാൽ ഞാൻ ചോദിക്കുകയാണ്, എത്ര കഷ്ടം കണ്ടു? എത്ര അനർത്ഥങ്ങൾ കണ്ടു? എഴുതിയിരിക്കുന്നു അനവധി, എണ്ണിയാൽ തീരാത്തവണ്ണം കഷ്ടങ്ങളും അനർത്ഥങ്ങളും കണ്ടത് ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. എനിക്കറിയാം, ഒരു മനുഷ്യനും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടെ, അത് കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ, സമ്പത്തിൻ്റെ വിഷയങ്ങൾ, ആരോഗ്യത്തിൻ്റെ വിഷയങ്ങൾ, ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ കൂടെ ആമേൻ ഹല്ലേലൂയ കടന്നുപോയ കുടുംബങ്ങളും വ്യക്തികളും ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? അനവധി കഷ്ടങ്ങൾ, അനവധി അനർത്ഥങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജീവിപ്പിക്കും, 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 ജീവിപ്പിക്കും. ആമേൻ. എന്നിട്ട് എന്തോ പറയും? എങ്ങനെ ജീവിപ്പിക്കും? ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവവചനത്തിലെ ഓരോ പ്രയോഗങ്ങളും മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഭൂമിയുടെ ആഴങ്ങളിൽ, ഡെപ്ത്സ് ഓഫ് ദ എർത്ത്, ആഴങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിൽ സാരമില്ല. ആമേൻ. ആ കുഴിയിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ വീഴുന്നത് അതിനേക്കാൾ ആഴമുള്ള മറ്റൊരു കുഴിയിലേക്ക്. ആമേൻ. വീണ്ടും കാലെടുത്ത് വെച്ചാൽ അതിനേക്കാൾ ആഴമുള്ള മറ്റൊരു കുഴിയിലേക്ക്. ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക്, ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് വീണ്ടും വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും പതിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ: തിരികെ കയറ്റണം. ആര് തിരികെ കയറ്റണം? നീ കിടക്കുന്ന ആഴത്തിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം യേശു നിന്നെ തിരികെ കയറ്റണം, നിന്നെ കയറ്റണം. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ എന്നെ ഒന്ന് കയറ്റണമേ, എന്നെ ഒന്ന് കയറ്റണമേ ആഴങ്ങളിൽ നിന്ന്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഞാനങ്ങ് വിചാരിക്കുക കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായി സമാധാനമായി എവിടെ നടന്നിരുന്നത്? ഭൂമിയിൽ നടക്കുക. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ നടക്കുക, സമപ്പരപ്പിൽ നടക്കുക, സന്തോഷത്തോടെ നടക്കുക, കുടുംബമായി നടക്കുക. ജോലിയുണ്ട്, കാശുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രൈസ് ഗോഡ്, ഒരു ദിവസം ശത്രു ഒരു തള്ളി എങ്ങോട്ട് പോയി? ആമേൻ ഹല്ലേലൂയ. സാമ്പത്തികമായ ഒരു തകർച്ചയിലേക്ക് പോയി. ആമേൻ. അവിടെ നിന്ന് കയറാൻ വേണ്ടി യോനാഥാൻ തത്തിപ്പിടിച്ച് കയറി എന്ന് എഴുതിയിരിക്കുന്ന പോലെ
തത്തിപ്പിടിച്ച് കയറാൻ വേണ്ടി ശ്രമിച്ച് ഏതാണ്ട് മുകളിൽ വരെ എത്തിയതാണ്. പെട്ടെന്ന് ഏതാണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് പിന്നെ താഴോട്ട് പോയി. എങ്ങോട്ട് പോയി? പഴയ പോയ ആഴത്തിലും കുഴിയിലുമല്ല പോയത്, ഇപ്പം പോയത് വേറൊരു കുഴിയിലാണ്. പണ്ട് സാമ്പത്തിക വിഷയത്തിൽ വീണതാണെങ്കിൽ ഇപ്പോൾ ഇതാ തലമുറയുടെ വിഷയത്തിൽ താഴോട്ട് പോയിരിക്കുകയാണ്. വീണ്ടും തത്തിപ്പിടിച്ച് ഒരു കണക്കിന് കയറാനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതാ കയറുമെന്ന് തീർച്ചയായ സമയത്ത് വീണ്ടും താഴോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിൻ്റെ അകത്ത് ചില വിഷയങ്ങൾ ഇട്ടുകൊണ്ട് താഴോട്ട് പോയി. പ്രൈസ് ഗോഡ്. അവിടെ നിന്ന് തത്തിപ്പിടിച്ച് വീണ്ടും കയറാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ ചില പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട് വേറൊരു കുഴിയിലേക്ക് താഴോട്ട് പോയി. പ്രൈസ്. അവിടെ നിന്ന് തത്തിക്കയറാൻ വീണ്ടും ശ്രമിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ആരോഗ്യത്തിൽ പ്രശ്നം ഇട്ടുകൊണ്ട് മറ്റൊരു കുഴിയിലേക്ക് പോയി. അതാണ് അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കി. ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക്, ആ കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക്, ആ കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്ക്, ഇങ്ങനെ ആഴങ്ങളിൽ നിന്ന്, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പരിപാടിയെ നിന്നെ രക്ഷിക്കത്തുള്ളൂ. സാമേ, കഴിവുള്ളവൻ വന്ന് നിന്നെ തിരികെ കയറ്റി നീ എവിടെയായിരുന്നുവോ അവിടെ നിർത്തണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ തിരികെ കയറ്റി, തിരികെ കയറ്റി, തിരികെ കയറ്റി. തന്തൽ കൗട ജീവന ബറകൽ കൗടക രഗത ധീമാരക ശന്തുരാഭ. ആമേൻ. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് തിരികെ കയറ്റുവാൻ എന്ത് വ്യാപരിക്കണം? യഹോവേ എന്നോട് കൃപയുണ്ടാകണമെന്ന് പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിച്ച് ആ കൃപ വ്യാപരിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ഈ നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതിയ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആത്മാവിൽ എപ്പോൾ പ്രാർത്ഥിക്കണം എന്നറിയാമോ? വെറുതെ ഒരു വൈറൽ ഫീവർ എന്ന അങ്ങനെ പ്രാർത്ഥിക്കണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെറുതെ കുറച്ച് കാശ് നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ പ്രാർത്ഥിക്കണ്ട. ഒരു മരം പറമ്പിൽ വീണുപോയാൽ അങ്ങനെ പ്രാർത്ഥിക്കണ്ട. ഒരു പശു ചത്തുപോയാൽ അങ്ങനെ പ്രാർത്ഥിക്കണ്ട. പക്ഷെ എപ്പോൾ പ്രാർത്ഥിക്കണമെന്നറിയാമോ? ഒരു ദിവസം പശു ചത്തു, അതിൻ്റെ കോട്ടം തീരുന്നതിന് മുമ്പ് മരം വീണു, അതിൻ്റെ കോട്ടം തീരുന്നതിന് മുമ്പ് കൈയൊടിയുന്നു, അതിൻ്റെ കോട്ടം തീരുന്നതിന് മുമ്പ് ജോലി പോകുന്നു, അതിൻ്റെ കോട്ടം തീരുന്നതിന് മുമ്പ് ബിസിനസ് പൂട്ടുന്നു. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പ്രശ്നങ്ങൾ നിൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ ഇന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ പ്രശ്നത്തിൽ തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്ന, എൻ്റെ സമ്പത്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന, ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഒന്നിനു പുറകെ ഒന്നായി തിരമാല വരുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലല്ല. ഇതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരുവൻ ഇറങ്ങി വന്ന് വിടുവിക്കണം. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഇന്ന് പകൽക്കാലം വാഗ്ദത്തങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതെ, ജീവിപ്പിക്കും. എൻ്റെ ദൈവം ജീവിപ്പിക്കും, നിന്റെ ദൈവം ജീവിപ്പിക്കും. ഈ കഷ്ടതകൾക്ക് അനർത്ഥങ്ങൾക്കൊരു ഒരു വിരാമം ഇട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. ശത്രു കടന്നു വന്ന് ഒന്നിനു പുറകെ ഒന്നായി പലതും പലതും തട്ടിയെടുത്തു, പലതും നശിപ്പിച്ചു. ഇനി അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം വിലക്കാൻ കഴിവുള്ള ദൈവകൃപ എനിക്ക് വേണം. പ്രൈസ് ഗോഡ്. ശിഷ്യന്മാർ തണ്ടുവലിച്ച് കുഴഞ്ഞപ്പോൾ, കൊടുങ്കാറ്റടിച്ച് വള്ളം മുങ്ങുമെന്നുറപ്പായപ്പോൾ അവർ ചെയ്തൊരു കാര്യമുണ്ട്. നാഥ, ഞങ്ങൾ
നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നശിപ്പിക്കരുത് എന്ന രാഗത്തിൽ വിളിച്ചു പറയണം, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അങ്ങനെ പറഞ്ഞ് കർത്താവിനെ ഉണർത്തി. അവൻ ഉണർന്ന് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാറ്റിനെ നോക്കി പറഞ്ഞു, കാറ്റിനെ നോക്കി ശാസിച്ചുകൊണ്ട് പറഞ്ഞു, കാറ്റ് അടങ്ങ്. പ്രൈസ് ഗോഡ്. രണ്ടാമത് തിരമാലകളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, കടലേ നീയും അടങ്ങ്. ഇന്ന് പകൽക്കാലം ഇതുപോലെ ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നിന്റെ പുറകെ അടിച്ചുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവ്, നിന്റെ കർത്താവ് പറയട്ടെ, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക്. ഇന്ന് പകൽക്കാലം ചിലത് ശാന്തമാകട്ടെ, ചിലത് ശാന്തമാകട്ടെ, ചിലത് ശാന്തമാകട്ടെ, ചിലത് അടങ്ങട്ടെ. അഴിയട്ടെ, 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 ബന്ധനങ്ങൾ അഴിയട്ടെ. ഉടബല കതുരക ജഗരക ദഗരക ദുന്തല ദരകര ഖത്തുല ബൗഡക ഷൗഡക രഗതക ജാന ഭാല രൗഡ. ആമേൻ. അനവധി അനർത്ഥങ്ങൾ ഞങ്ങൾ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഒന്നിനു പുറകെ ഒന്നായി അനവധി അനർത്ഥങ്ങൾ, ആപത്തുകൾ, കഷ്ടങ്ങൾ പുറകെ വരുന്നുണ്ടെങ്കിൽ, മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ, വശങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ, ചുറ്റും കാണുന്നുണ്ടെങ്കിൽ, നിനക്ക് എനിക്കും രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം ഷുവറായിട്ടുള്ള മാർഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ രക്ഷ പ്രാപിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കാം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ രക്തസ്രാവക്കാരത്തി വന്നതുപോലെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ഞാൻ അങ്ങോട്ട് ചെന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പുറകിൽ കൂടെ ആയാലും വേണ്ടുകയില്ല, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല് ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് രക്തസ്രാവക്കാരത്തി പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും അനുഭവിച്ച കഷ്ടങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ മുഴുവനും അനുഭവിച്ച കഷ്ടങ്ങൾ ഓരോന്നും നോക്കിയിട്ട് ഒരു തീരുമാനത്തോടെ ഇന്ന് പോയി ദൈവസന്നിധിയിലിരുന്ന് ആരാധിച്ച് കഴിയുമ്പോൾ, അവനെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ, അവൻ എന്നെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ അവങ്കൽ നിന്ന് ശക്തി പുറപ്പെടും. എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയം ക്ഷണത്തിൽ സ്ട്രെയിറ്റ് അവേ വിട്ടുമാറുമെന്ന് ജീവന രഗതക ജഗരക ദുന്തല ജവട ശകതക രഗത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ഇതുപോലൊരു വിടുതൽ തരാൻ കർത്താവിന് കഴിയുമെന്ന് വിശ്വാസം അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അവനെ ഒന്ന് തൊടാൻ പോകുക എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ ഞാൻ പറയാം, ഞാനിപ്പോൾ എൻ്റെ കർത്താവിനെ തൊടാൻ പോകുക. ക്യാപ്റ്റൻ ടി മാത്യൂസ് പറഞ്ഞു ഇവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന്. അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ വിശ്വാസത്താൽ ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകളിൽ നിന്ന് തൊടാൻ പോകുകയാണ്. അങ്ങനെ തൊടുന്ന നിമിഷത്തിൽ ഒരു ശക്തി പുറപ്പെടും, ഒരു ശക്തി പുറപ്പെടും. ആ ശക്തി എന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. Praise God. ആമേൻ. ഇനി ഞാൻ പറയട്ടെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായവർ സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് തൊടാൻ പോവുകയാണെന്ന് തീരുമാനം സ്തോത്രം ചെയ്താട്ട്. അതെ, നമ്മളൊന്ന് തൊടാൻ പോകുകയാണ്. ഞാനും നിങ്ങളും ഒന്ന് തൊടാൻ പോകുകയാണ്. അവൻ്റെ ശക്തി അനുഭവിച്ചറിയത്തക്കവണ്ണം ഹല്ലേലൂയ ഒന്ന് തൊടാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് ആമീൻ ഏറ്റവും പരവശയായി തീർന്ന അവസരം, ഇനി മുന്നോട്ട് പോകാൻ വയ്യാത്ത അനുഭവം, എനിക്ക് അവനെ ഒന്ന് തൊട്ട് ഒരു ശക്തി പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച് സ്വസ്ഥയായി മടങ്ങിപ്പോകണം. ബാധ മാറണം, ഈ ബാധ മാറണം. യേശുവിൻ്റെ നാമത്തിൽ ഈ ബാധ മാറണമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, എത്ര പേർക്ക് ഹല്ലേലൂയ ഇന്ന് ദൈവത്തിൻ്റെ ഒരു ശക്തി അനുഭവിച്ചറിഞ്ഞിട്ട് എനിക്ക് സ്വസ്ഥമാകും?
എൻ്റെ സ്വസ്ഥത 12 വർഷമായിട്ട് കെട്ടുകിടക്കുക. ഇന്ന് എനിക്കൊരു സ്വസ്ഥത വേണം. ചിലർക്ക് 12 ദിവസമായിട്ട്, ചിലർക്ക് 12 ആഴ്ചയായിട്ട്, ചിലർക്ക് 12 വർഷമായിട്ട്, എത്ര നാളെന്ന് എനിക്കറിയത്തില്ല, സ്വസ്ഥത കെട്ടുകിടക്കുകയാണ്. ഇന്ന് സ്വസ്ഥത ഉണ്ടായേ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, യേശുവിങ്കിൽ നിന്ന് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി കടന്നു വന്ന് കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ഈ പ്രിയപ്പെട്ടവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന് നിന്റെ ശക്തി പുറപ്പെട്ട് ഒരു മറുപടി അയക്കണമേ. അടഞ്ഞ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നുകൊണ്ട് മറുപടി അയക്കണമേ. അടഞ്ഞ വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നുകൊണ്ട് മറുപടി അയക്കണമേ. ആമേൻ. രോഗാത്മാവിനെ വിട്ട് ബാധിച്ചിരിക്കുന്ന ബാധകളുടെ മേൽ വിടുതൽ അയക്കണമേ. സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ വ്യാധിക്കുന്ന ബാധകളുടെ മേൽ വിടുതൽ അയക്കണമേ. ക്രയ വിക്രയങ്ങളുടെ മേൽ ബാധിക്കുന്ന ആമേൻ ഹല്ലേലൂയ ബാധകൾക്ക് വിടുതൽ അയക്കണമേ. വിവാഹ ജീവിതത്തിൽ ബാധിച്ച ബാധകൾക്ക് വിടുതൽ അയക്കണമേ. കുടുംബ ജീവിതത്തിൽ ബാധിച്ച ബാധകൾക്ക് വിടുതൽ അയക്കണമേ. തലമുറകളുടെ ജീവിതത്തിൽ ബാധിച്ച ബാധകൾക്ക് വിടുതലയക്കണമേ. വിദ്യാഭ്യാസത്തിൽ ബാധിച്ച ബാധകൾക്ക് വിടുതലയക്കണമേ. ജോലിയിൽ, യാത്രയിൽ ബാധിച്ച ബാധകൾക്ക് വിടുതൽ അയക്കണമേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിയട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളുടെ ദൈവമേ, അടയാളങ്ങളുടെ ദൈവമേ, വിടുതലിന്റെ ദൈവമേ, ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറ്. ചങ്ങലകൾ പൊട്ടട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ. രോഗാത്മാവിന്റെ ചങ്ങലകൾ പൊട്ടട്ടെ. സാമ്പത്തിക വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ചങ്ങലകൾ പൊട്ടട്ടെ. കുടുംബജീവിതത്തിൽ വ്യാപരിച്ച ചങ്ങലകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ശരണം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകാനാ നമ്മളിവിടെ വന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോകുമെന്നുള്ളത് എത്ര പേർ വിശ്വസിക്കുന്നു? ആ വിശ്വാസമാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇന്നിവിടെ വന്ന് ഈ ആരാധനയിൽ എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വന്നവരുടെ വിശ്വാസത്തിൽ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവൃത്തിയുടെ വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവശക്തി വെളിപ്പെടുവാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ ആഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച 11:35 സമയത്ത്, 35 കഴിഞ്ഞ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കുറിച്ചിട്ടോ നിന്റെ ജീവിതത്തിൽ ചിലത് നടന്ന ദിവസമാണെന്ന് വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിൽ ചിലത് നടന്ന ദിവസമാണെന്ന് വിശ്വസിക്കുക. നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ തക്കവണ്ണം ദൈവം ചിലത് പ്രവർത്തിച്ച ദിവസമാണെന്ന് വിശ്വസിക്കുക. In the name of Jesus, 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 in the name of Jesus. അഴിഞ്ഞു മാറാൻ നാളുകളായി കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ, നാളുകളായി ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ, നാളുകളായി അടച്ചു വെച്ചിരുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ആമേൻ. അപ്പോൾ ഇന്നത്തെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു, നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. നിന്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊരു സഹോദരിയോട് ഒരിക്കൽ ബോവസ് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിന്നെ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. വാക്യം പറഞ്ഞ് വായിക്കേ. രൂത്ത് 2:12.
22:12. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവവചനത്തിലെ ഓരോ പ്രയോഗങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പ്രതിഫലം തരട്ടെ എന്നല്ല പറഞ്ഞത്, ചുമ്മാ പ്രതിഫലം തരട്ടെ എന്നല്ല പറഞ്ഞത്, പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ പൂർണ്ണമായ പ്രതിഫലത്തിൻ്റെ അതിൻ്റെ പൂർണ്ണത എവിടെയാണെന്നറിയാമോ? ഒരു 5 അടങ്ങഴി യവം കിട്ടിയത് കൊണ്ട് പൂർണ്ണമാകത്തില്ല. കുറച്ച് നെല്ല് കിട്ടിയതുകൊണ്ട് പൂർണ്ണമാകത്തില്ല. കതിർ പറിച്ചിട്ടത് കൊണ്ട്, കറ്റയിൽ നിന്ന് വലിച്ചിട്ട കതിരുകൾ പിറക്കി എടുക്കുന്നത് കൊണ്ട് പൂർണ്ണമാകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതൊക്കെ വീട്ടിൽ നിന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ വന്ന് ഇരുന്നോ, ഇതിൽ നിന്ന് കുടിച്ചോ, പൂർണ്ണമാകത്തില്ല. കാരണം അപ്പമെടുത്ത് ചാറിൽ മുക്കി കഴിച്ചോ, പൂർണ്ണമാകത്തില്ല. നിന്നെ തുടരുതെന്ന് ബാല്യക്കാരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമാകത്തില്ല. പിന്നെ എപ്പോഴാണ് പൂർണ്ണമാകുന്നതെന്നറിയാമോ? രൂത്തേ, നീ പിറക്കാൻ വന്ന വയലിൻ്റെ ഉടമസ്ഥയായിട്ട് നിന്നെ മാറ്റുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ പൂർണ്ണമാകും. യേശുവിൻ്റെ നാമത്തിൽ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെടുമ്പോൾ പൂർണ്ണ പ്രതിഫലം. അറിഞ്ഞുകൂടാത്തൊരു രൂത്തിൻ്റെ പുസ്തകം ചെന്നൊന്ന് വായിച്ചു നോക്കണം. അവൻ ഒരു മോവാബ്യ സ്ത്രീയായി, ഒരു അന്യ സ്ത്രീയായി പ്രൈസ് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്ന് ബോവസിൻ്റെ വയലിൽ പിറക്കാൻ ഇറങ്ങുമ്പോൾ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നാളെ ഞാൻ ഇതിൻ്റെ ഉടമയായി മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ബാല്യക്കാർ കൊയ്ത ശേഷം കെട്ടിവെച്ച കറ്റയിൽ നിന്ന് ബോവസിൻ്റെ നിർദ്ദേശപ്രകാരം ചില കതിരുകൾ വലിച്ചിട്ടത് പെറുക്കിയെടുക്കുമ്പോൾ അത് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അത് മെതിച്ചെടുത്ത് അമ്മായിയമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കത്തക്ക തോർത്തിനകത്തേക്ക് അതിൻ്റെ പദം കിട്ടുമ്പോൾ അവൾ ചിന്തിച്ചില്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്നെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിക്കുമെന്ന്, ഇത്രത്തോളം ദൈവം എന്നെ സഹായിക്കുമെന്ന് അവൾ ചിന്തിച്ചില്ല. എന്നാൽ നാളുകൾ കഴിയുന്നതിന് മുൻപേ, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ അവൾക്കൊരു വീണ്ടെടുപ്പുകാരനാണ് ബോവസ് എന്ന് വെളിപ്പെട്ടപ്പോൾ, ബോവസ് അവളെ 2 കൈ നീട്ടി സ്വീകരിച്ചപ്പോൾ, എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക്, കണക്കില്ലാത്ത സ്വത്തിന് അവൾ അവകാശിയായി മാറിയ തീർന്നില്ല. ആമേൻ. ദാവീദ് രാജാവ് അവളിൽ നിന്ന് ഉത്ഭവിക്കത്തക്കവണ്ണം, വംശത്തിൽ ഉളവാകത്തക്കവണ്ണം, മെഷിക അവളിൽ നിന്ന് ഉളവാകത്തക്കവണ്ണം ബോവസിന്റെ വയലിൽ വന്ന ആ അന്യജാതിക്കാരി അവളെ രൂത്തിനെ അവകാശിയാക്കി മാറ്റിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന ദിവസമായി ഇന്ന് മാറട്ടെ. ഓ ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നത് രൂത്ത് ആത്മാർത്ഥമായി പാടിക്കാണും. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ
എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. അർജന്റായിട്ട് റിക്വസ്റ്റ് ഉണ്ട്. KL7BQ 2516 ഓട്ടോറിക്ഷ, KL7 41 48 74 മാരുതി കാറ്. അത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറ്റി കൊടുക്കണം. വേറൊരു വണ്ടി എടുക്കാൻ അത്യാവശ്യം എടുക്കാനാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ആയാലും എവിടെ ആയാലും വേറൊരു വണ്ടിക്ക് എടുക്കത്തക്കവണ്ണം പാർക്ക് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പറയുന്നത് ആ കാറിൻ്റെ ഉടമസ്ഥനെ ഒന്ന് മാറ്റി കൊടുത്താട്ടെ. ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ. ദൈവമക്കളെ, ബോവസിൻ്റെ വയലിൽ വന്ന രൂത്ത് ദൈവം അനുഗ്രഹിച്ചപ്പോൾ ആ സ്വത്തിന് അവകാശിയായി. ഇന്ന് പകല് ദൈവത്തെ ആരാധിക്കാൻ വന്ന ദൈവജനം ആ ഒരു അനുഭവത്തിൽ കൂടെ മടങ്ങിപ്പോകുവാൻ ദൈവം നമ്മെ സഹായിച്ചേ പറ്റൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കാം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ ആപത്തുകൾ കഴിയുവോളം ഞാൻ നിന്നെ ശരണമാക്കുന്നു. 2-ാം വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അറിയാമോ, നമ്മളൊരു കൊച്ചു ദൈവത്തെ അല്ല വിളിച്ചപേക്ഷിക്കുന്നത്. ഇവനേക്കാൾ ഉന്നതനില്ല, ഇതിനപ്പുറത്തൊരു അതോറിറ്റി ഇല്ല, ഇതിനപ്പുറത്തൊരു സുപ്രീം കോടതി ഇല്ല, ഇതിനപ്പുറത്തൊരു പ്രസിഡന്റ് ഇല്ല, ഇതിനകത്തൊരു ചെയർമാൻ ഇല്ല. എൻ്റെ എല്ലാമായ യേശുവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ അത്യുന്നതനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ പിന്നെ എവിടെയും കൊണ്ടെങ്കിലും തീരുമോ? അത്യുന്നതൻ്റെ അടുക്കൽ ചെന്നിട്ട് തീർന്നില്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തും തീരത്തില്ല. നീ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് തീർന്നിട്ടില്ലെങ്കിൽ ഒരിടത്തും തീരത്തില്ല. ഇതൊരു നെഗറ്റീവ് മീനിങ് അല്ല. ആമേൻ. പിന്നെ എന്താണെന്നറിയാമോ, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ തീരാത്ത വിഷയമില്ല, അവന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത വിഷയമില്ല. അവൻ അത്യുന്നതനാണ്, അവൻ അധികാരമുള്ളവനാണ്, അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവൻ പ്രവർത്തിച്ചാൽ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് ഇപ്രകാരം ചോദിച്ചു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? ആ ദൈവമാണ് നമ്മളെക്കുറിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, അത്യുന്നതനായ ദൈവത്തെ. എന്നിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നിട്ട് പറയുന്ന അടുത്ത വാക്യം, എൻ്റെ ദൈവം എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം എന്നറിയാമോ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. നമ്മൾ കുറഞ്ഞ പുള്ളികളല്ല കേട്ടോ. നീ വ്യക്തിപരമായി കുറഞ്ഞവനല്ല, കുറഞ്ഞവളല്ല. ആർക്കും നിനക്ക് വിലയില്ലെങ്കിലും, ആരും നിന്നെ വില മതിച്ചിട്ടില്ലെങ്കിലും വില മതിച്ച ഒരുവനുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് എത്ര നാളായെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്ന് സ്നാനപ്പെടുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നേ ഉള്ളൂ, ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന്, ഞാൻ ചോദിച്ചാൽ ദൈവം തരുമെന്ന്, ഞാൻ അപേക്ഷിച്ചാൽ എൻ്റെ ദൈവം ഉപേക്ഷിക്കത്തില്ലെന്ന് വിശ്വാസം എത്ര പേർക്കുണ്ട്? ആ ഒരൊറ്റ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്ക്, ഇവിടെ വച്ച് പ്രാർത്ഥിക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ദൈവം ആരാണ്? അത്യുന്നതനായ ദൈവം. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് ഈ അത്യുന്നതനായ ദൈവത്തെയാണ്. ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഉന്നതന്മാർ നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അത്യുന്നതനില്ലെങ്കിൽ. അതുപോലെ അത്യുന്നതൻ കൂടെ ഉണ്ടെങ്കിൽ ഉന്നതന്മാർ കൂടെ വേണ്ട. മനസ്സിലായോ? അത്യുന്നതൻ കൂടെ ഇല്ലെങ്കിൽ ഉന്നതന്മാരുണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല. അതുപോലെ
അത്യുന്നതൻ കൂടെ ഉണ്ടെങ്കിൽ ഉന്നതന്മാരെ വേണ്ട, അത്യുന്നതൻ മതി. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം തന്റെ ദയയും വിശ്വസ്തതയും അയക്കുന്നു. എൻ്റെ ദൈവമേ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നോട് ധിക്കാരം കാട്ടുന്നവർ, പ്രൈസ് ഗോഡ്, വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനസ്സിലാകാൻ വേണ്ടി പറയുക, ഇത് വിഴുങ്ങാൻ ഞാൻ ശ്രമിക്കുക എന്ന് വിചാരിക്കുക. ഇത് നിങ്ങളാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇതിങ്ങനെ വായിലോട്ട് കൊണ്ടുപോയി വാ പൊളിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വായുടെ വക്കത്തെത്തിക്കഴിയുമ്പോൾ ഇത് ആരോ തട്ടിപ്പറിച്ചെടുക്കുന്നത് പോലെ. മനസ്സിലായോ? ശത്രു നിന്നെ വിഴുങ്ങാനായിട്ട് അവൻ്റെ വായുടെ വക്കത്ത് വരെ വായും പൊളിച്ച് കൊണ്ടുപോകുന്ന നിമിഷത്തിലാണ് ദൈവത്തിൻ്റെ കരം വന്ന് ഒറ്റ തട്ടിന് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവൻ, പ്രൈസ് ഗോഡ്, നിന്നെ അതുപോലെ രക്ഷിക്കുമെന്ന്. പിന്നെ എന്നാ പേടിക്കാനാ? എന്തോ ഭയപ്പെടാനാ? യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ മാറി വിടുവിക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ, ധിക്കാരം കാട്ടി വായ പൊളിച്ച് വായുടെ അടുത്തോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. മേളിൽ നിന്ന് കൈ നീട്ടി ഒറ്റപ്പിടുത്തം അവന്റെ കയ്യിൽ നീ ഇരിക്കും. ഇവന്റെ കൈ ശൂന്യമാകും. ശത്രുവിന്റെ കൈ ശൂന്യമാകും. നീ ദൈവത്തിന്റെ കൈയിനകത്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ കരങ്ങളെ ശൂന്യമാക്കിക്കൊണ്ട് നിന്നെ ഉള്ളം കയ്യിൽ വഹിക്കാൻ കഴിവുള്ള ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, കണി പൊട്ടി എൻ്റെ പ്രാണൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോന്നിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞത് വെറുതെയല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രു വിഴുങ്ങത്തക്കവണ്ണം അവൻ്റെ കയ്യിലെടുത്ത് പൊക്കി അവൻ വിഴുങ്ങാനായിട്ട് കൊണ്ടു ചെന്ന നിമിഷത്തിൽ ദൈവം എന്തെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് തൻ്റെ കൈ നീട്ടി ഇവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച്, തട്ടിപ്പറിക്കും. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. തട്ടിപ്പറിക്കും. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ തട്ടിപ്പറിക്കും. അടബല ഹതുരക ജഗലക രദ്ദുര ബൗഡ ശബ്ദര ബൗഡ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ തട്ടിപ്പറിക്കും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ രണ്ടുപേരാരും വരാമോ? ആരും രണ്ടു പിള്ളേർന്ന് വരാമോ? വരക്കുന്നത് നിന്നോട് ഇവനും വിടെ ബാ 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 വേണ്ട, നീ ബാ. നീ അധികം കൂടെ നോക്കിയില്ല, നിന്നെ വിളിക്കലില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ തട്ടിപ്പറിച്ച് ഉള്ള സ്ഥിതിയാണ് ഞാൻ ഇത് തന്നെ എടുക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിൽ നല്ല വില ഓടുന്ന ആരാ? നല്ല വില ഓടുന്നു. നീ ഓടും. ഓക്കെ. പ്രൈസ് ഗോഡ്. നിന്റെ കയ്യിലിരിക്കട്ടെ. ഇവിടെ തിരിഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവനിങ്ങനെ പൊക്കി പിടിക്കും. ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങോട്ടൊരു ഓട്ടം കൊടുത്ത്. നിനക്ക് തട്ടിപ്പറിക്കാനും അറിയത്തില്ല, ഓടാനും അറിയത്തില്ല. ഇങ്ങനെയാണ് തട്ടിപ്പറിക്കുന്നത്. ഒന്നുകൂടെ കാണിച്ച്. പെട്ടെന്ന് വേണം പറിച്ചോണ്ട് ഓടാൻ. പിടിച്ചോ. ആണോ? പ്രൈസ് ഗോഡ്. ഏതാണ്ട് ഒത്ത് മതി. പ്രൈസ് ഗോഡ്. ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന നിമിഷത്തിൽ കഴിവുള്ളവന് വന്നിട്ട്, ഓടാൻ കഴിവുള്ളവന് വന്നിട്ട്, ബലമുള്ളവനൊരു വന്നിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നത് പോലെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ. ഞാൻ പറഞ്ഞത് ഇത് കാണിച്ചെന്തിനാണെന്നറിയാമോ? ഇപ്പം ചിലരിങ്ങനെ ശത്രുവിൻ്റെ കയ്യിലിരിക്കുക, അവൻ വിഴുങ്ങാനായിട്ട് അടുത്ത് വായിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അടുത്ത നിമിഷം നടക്കേണ്ട കാര്യം, പ്രൈസ് ഗോഡ്, തട്ടിപ്പറിച്ചുകൊണ്ട് ഓടണം. ദി നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ. അതുര ജമന രഗതക രഗതല ഹൗഡക രഗതക ശന്തുര വൗഡേ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ചില വിഷയങ്ങൾ ഇതുപോലെ ശത്രുവിൻ്റെ കയ്യിലിരിക്കുകയാണ്. അത് തട്ടിപ്പറിച്ച് ഓടി ദൈവം എന്നെ സഹായിക്കുമെന്ന് ഉറപ്പോടെ ഇന്ന് പകൽ ഇവിടുന്ന് മടങ്ങിപ്പോകണം.
നിന്റെ കയ്യിൽ വിലയുള്ളത്, നിന്റെ സ്വന്തമായത്, വിലപിടിപ്പുള്ളത് ചിലത് ശത്രുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇന്ന് പകൽക്കാലം തട്ടിയെടുത്തുകൊണ്ട് ദൈവം ഓടാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഉടബല കതുരക ജഗനക രന്തര ബൗഡക ജഗതക ജഗത ശബ്ദ. ആമേൻ. ഇനി ഞാൻ പറയട്ടെ, ശത്രുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ പ്രിയപ്പെട്ടത്, നിന്റെ പ്രിയപ്പെട്ടവൻ, നിന്റെ പ്രിയപ്പെട്ടവൾ, നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്റെ പ്രിയപ്പെട്ട മകൻ, മകൾ, നിന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസം, നിന്റെ പ്രിയപ്പെട്ട ബിസിനസ്, നിന്റെ പ്രിയപ്പെട്ട ജോലി, എന്തൊക്കെ പ്രിയപ്പെട്ടതാണോ അത് ഇപ്പോൾ ശത്രുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അറിയാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. ശത്രുവിൻ്റെ കയ്യിൽ ഇത് ഇരിക്കുകയാണെങ്കിൽ ഇതിനെ നോക്കുമ്പോൾ തന്നെ സ്വസ്ഥത പോവും, സമാധാനം പോവും. എത്ര നാൾ സമാധാനം പോവും? ഇത് ശത്രുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ സമാധാനം പോവും. എന്നാൽ ഇത് ശത്രുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടിട്ട് നിന്റെ സമാധാനം പോയിരിക്കുകയാണെങ്കിൽ, സ്വസ്ഥത കെട്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് നടക്കേണ്ടത് എന്താണെന്നറിയാമോ? ആ വിഷയത്തിൻ്റെ ഉടമസ്ഥാവകാശം ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ വിഴുങ്ങുന്നതിന് മുൻപ് എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് മാറണം. വിളിച്ചു പറ, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതുരാ ദഗന ദലബല കതുരാ ജമന തമ്പൽ കൗടക ദഗദ. പ്രൈസ് ഗോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നതെന്നറിയാമോ? ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി രക്ഷിക്കും പറയുകയാണ്. സേല ഒരു ഗ്യാപ്പിട്ട്, ഇനി മ്യൂസിക്കാ. ആ സേല കഴിഞ്ഞപ്പോൾ പറയുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പറഞ്ഞില്ലേ, ഈ ദൈവം ഇവൻ പിശാച് വിചാരിക്കുന്നതെന്നറിയാമോ? എടാ, എൻ്റെ കയ്യിലിരുന്നതാ, ഞാൻ വിഴുങ്ങാൻ തുടങ്ങിയതാ. വാങ്ങുമൻ ഹല്ലേലൂയ. ചുണ്ടിൻ്റെ വായുടെ അറ്റത്തെത്തിയപ്പോൾ സാധനം കാണാനില്ല. എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. സേല അന്തിച്ച് നിൽക്കുക, സേല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിനക്കും അറിയത്തില്ല, ഞാൻ പിശാചിൻ്റെ വായിലോട്ട് ഇപ്പം പോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിവേഗത്തിൽ അതിശക്തമായൊരു കരം വന്ന് എന്നെ അവൻ്റെ വായിൽ തട്ടിപ്പറിച്ചിരിക്കുന്നു. എന്താ നടന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആമേൻ. എന്താ നടന്നെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം എന്നാണെന്നറിയാമോ? നടന്നത് ക്ഷണത്തിലാണ്, പെട്ടെന്നാണ്, കണ്ണിമയ്ക്കുന്നതിനിടയിലാണ്. അങ്ങനത്തെ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കുമോ? നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. എടാ, ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരൻ അത്യാസന്നത്തിൽ മരണത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്നു, നീ വന്ന് കൈവച്ച് അവനെ ജീവിപ്പിക്കണമേ. പ്രൈസ് ഗോഡ്. നീ എൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ കൈ വെച്ച് അവനെ ജീവിപ്പിക്കണമേ. അവനൊരു വിശ്വാസമുണ്ട്. എന്നാണെന്നറിയാമോ? യേശുവിൻ്റെ കൈവച്ചാൽ ജീവിക്കും. യേശു കൈവച്ചാൽ ജീവിക്കും. യേശുവിന് അതാ പറഞ്ഞു, യേശുവിനെ തൊട്ടാലും യേശു തൊട്ടാലും ഫലമുണ്ട്. നീ വന്ന് അവനെ കൈവച്ച് സൗഖ്യമാക്കണമേ. യേശു എന്നാന്ന് പറഞ്ഞാമോ? ഞാനൊന്നും വരേണ്ട കാര്യമില്ലടാ, ഞാൻ തൊടേണ്ട കാര്യമില്ല, ഞാൻ കൈവെക്കേണ്ട കാര്യമില്ല, നീ പൊക്കോ, അവൻ സൗഖ്യമായി കഴിഞ്ഞെന്ന്. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ് അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നീ പൊക്കോ. പ്രബര ഹത്തുര ഗൗഡ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് യോഹന്നാന്റെ സുവിശേഷത്തിലെടുക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ഇദ്ദേഹം വീട്ടിലോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീട്ടിലോട്ട് പോയിട്ട് നാലാം അധ്യായം അതിൻ്റെ 46 മുതൽ യോഹന്നാൻ 4-ാം അധ്യായം 46 മുതൽ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കനാവിൽ വന്നു. അവൻ അന്ന്
മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ ഖബർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്നവൻ കേട്ടു. അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്ക കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുമ്പേ വരേണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വരേണ്ട കാര്യമില്ലെന്ന്, ഞാൻ കൈവയ്ക്കേണ്ട കാര്യമില്ലെന്ന്, ഞാൻ തൊടേണ്ട കാര്യമില്ലെന്ന്, നീ പൊക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുള്ള ദൈവകൃപ ഇന്ന് പകൽക്കാലവും വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. നീ പൊക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. നീ പൊയ്ക്കോ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. മുഴുവൻ വായിച്ചേ. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. ഇനി 52-ാം വാക്യം വായിച്ചേ. അവന് ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഈ മരണക്കിടക്കയിൽ നിന്ന് അവന് സൗഖ്യമായത്? ഇന്നലെ 7 മണിക്ക്. അടുത്ത വാക്യം, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്നവൻ ഗ്രഹിച്ചു. അപ്പൻ ഗ്രഹിച്ചു. ചിലരെ കൊണ്ട് ഗ്രഹിപ്പിക്കും കേട്ടോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എപ്പോൾ സൗഖ്യമായി നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 50-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. യേശു അവനോട്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ. വായിക്കണ്ട. ആ മനുഷ്യൻ പോയി. പറ്റുമോ? യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. നിനക്ക് പോകാൻ പറ്റുമോ? വിശ്വസിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം, അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ പ്രശ്നം മാറി, നിന്റെ പ്രശ്നം പരിഹാരം വന്നു, നിന്റെ വിഷയത്തിന് പരിഹാരം വന്നു. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവൻ മരിപ്പാറായി കിടക്കുന്ന ചില വിഷയങ്ങൾ, ചാകാറായി കിടക്കുന്ന ചില വിഷയങ്ങൾ, നശിക്കാറായി കിടക്കുന്ന ചില വിഷയങ്ങൾ, കൈവിട്ടു പോകാൻ പോകുന്ന ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ തിരികെ പ്രാപിക്കുവാൻ ദൈവകൃപയുടെ ശക്തി, വചനത്തിന്റെ ശക്തി വിശ്വസിച്ച് പോകുവാൻ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്ന് പകല് എങ്ങനെ ഇവിടെ നിന്ന് മടങ്ങിപ്പോകണം? വിശ്വസിച്ചുകൊണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് വിശ്വസിച്ച് എഴുന്നേറ്റ് ആമേൻ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ മറുപടി ഇവിടെ വന്ന് കിടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് ചെന്ന് നിന്റെ മറുപടി വന്ന് കിടക്കുന്ന അനുഭവങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അതിനെന്ത് ചെയ്യണം? ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവർക്ക് മാത്രമേ ഈ ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. എന്നോട് കൃപയുണ്ടാകണമേ എന്നിട്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം കർത്താവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു, വേറെ ഒരു സ്ഥലത്തും എനിക്ക് പോകാനില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിച്ച് ഈ വിഷയം നിന്റെ സന്നിധിയിൽ വച്ചിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ബാധ മാറി സ്വസ്ഥമാകുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് കൈ നീട്ടി അവൻ എന്നെ വിടുവിക്കും. പ്രൈസ് ഗോഡ്. എപ്പോഴാണ്? 4-ാം വാക്യം 57. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ആമേൻ. എന്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ. പ്രൈസ് ഗോഡ്. ദാനിയേലിന്റെ കാലത്ത് ഇത് തന്നെ സംഭവിച്ചു. പ്രൈസ് ഗോഡ്. സിംഹങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ച സമയത്ത് അല്ല, സിംഹങ്ങളുടെ നടുവിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച ദാനിയേൽ.
ഹല്ലേലൂയ. ദേഹവിരോധമായി എഴുതിയിരിക്കുന്നത് കേട്ടപ്പം പ്രാർത്ഥിച്ച ദാനിയേൽ, 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ദാനിയേൽ, ആകാശത്തിൻ്റെ മാളികയുടെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ച ദാനിയേൽ, സിംഹങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്യുന്നറിയാമോ? ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എൻ്റെ ദൈവം വിടുവിക്കുന്നത് എങ്ങനെയാണെന്ന് ദാനിയേലിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെയാണ് ദാനിയേൽ വിടുവിച്ചതെന്ന്, ദൈവത്തിന് സ്തോത്രം, ദാനിയേലിനെ വിടുവിച്ചതെന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദാര്യാവേശ് രാജാവിനോട് പറയുന്നത് കേൾക്കാം. 6:20, ദാനിയേൽ പ്രവചനം 6:20. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ ദാസൻ. ഈ ക്വാളിഫിക്കേഷൻ എനിക്ക് പറ്റൂ. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാണെന്ന്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസിയാണെന്ന്, ഞാൻ അതിനുവേണ്ടി ക്വാളിഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. ആമേൻ. രാജാവ് ചോദിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന്. ആമേൻ. ദൈവമക്കളെ, ദൈവത്തെ സേവിക്കേണ്ടത് മുടങ്ങാതെ ചെയ്യുന്ന വ്യക്തി എന്ന് എഴുതിയിരിക്കുന്നത്. ഇടപെടാതെ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറും പ്രൈസ് ഗോഡ് നാമം ചൊല്ലി നടക്കുന്നൊരു വ്യക്തിയായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. 3 നേരം പ്രാർത്ഥിക്കുന്നവൻ 3 നേരം തന്നെ എന്തു ചെയ്യും? പ്രാർത്ഥിച്ചിരിക്കും. 3 നേരം തിന്നാൻ പറ്റിയില്ലെങ്കിലും തിന്നത്തില്ലേ? എങ്ങനെയെങ്കിലും തിന്നും. ചിലർ 4 നേരം തിന്നും, ചിലത് 5 നേരവും തിന്നും. കാലത്ത് പ്രൈസ് ഗോഡ് 10 മണിക്ക്, രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 11 മണിക്ക് പിന്നെയും തീറ്റ, 1 മണിക്ക് പിന്നെയും തീറ്റ, 4 മണിക്ക് പിന്നെയും തീറ്റ, രാത്രി കിടക്കാൻ നേരത്ത് പിന്നെയും തീറ്റ, പിന്നെ വിശപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് പെട്ടി തുറന്ന് പിന്നെയും തീറ്റ. ഇതിനൊന്നും ഒരു മുടക്കം വരുത്തുകയില്ല. പിന്നെ ഇച്ചിരി വെള്ളവും കൂടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിച്ചിട്ട് പോയി കിടക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു മുടക്കവും വരുത്തത്തില്ല. എന്നാൽ ദാനിയേൽ അങ്ങനെയല്ലായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചിരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുടെ ഉണ്ട്? പ്രൈസ് ഗോഡ്, ആമേൻ. നേരം ഉള്ളപ്പോൾ പ്രാർത്ഥിക്കുന്ന പരിപാടിയല്ല, നേരം ഉണ്ടാക്കി പ്രാർത്ഥിക്കുന്ന പരിപാടി. നേരം ഉണ്ടപ്പോൾ പ്രാർത്ഥിക്കുന്ന പരിപാടിയല്ല, നേരം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടി. ദാനിയേൽ ഒരു തീരുമാനമെടുത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കിട്ടുമ്പോൾ തിന്നുന്നത് പോലെ തന്നെ കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാമെന്നുള്ളതല്ല തീരുമാനിച്ചത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നത് പോലെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, രാത്രി ഡിന്നർ കഴിക്കുന്നത് പോലെ വൈകുന്നേരത്തും പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും, ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും രാവിലെയും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ. പ്രൈസ് ഗോഡ്. ദാനിയേലിന് നേരമുണ്ടായിരുന്നു, ദാവീദിന് നേരമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദിവസം 3 നേരം പ്രാർത്ഥിക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അതിൽ നേരമൊന്നും പ്രാർത്ഥിക്കണ്ട, കുറച്ച് നേരം മതി, 3 നേരം. പ്രൈസ് ഗോഡ്. ഗുണമെന്നറിയാമോ? ഹല്ലേലൂയ. ദിവസം 3 നേരം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരുവന് സിംഹക്കുഴിയിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണ്ട, പണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പലിശ മതി നിന്നെ വിടുവിക്കുവാൻ. ഇന്ന് പകൽക്കാലം ചിലരൊക്കെ പണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ പലിശ കൊണ്ട് വിടുതൽ അനുഭവിച്ചുകൊണ്ട് ഒരു ഇരിപ്പുണ്ട്. അത് പോരാ, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. പ്രൈസ് ഗോഡ്. ഈ വർഷം ഡിസംബർ 31-ാം തീയതി കർത്താവിൻ്റെ ആത്മാവ് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ് പ്രാർത്ഥന. ഇവിടെ എല്ലാ ദിവസവും പ്രാർത്ഥന തുടങ്ങിയത് അങ്ങനെയാണ്. ആമേൻ. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു പ്രാധാന്യം കൊടുക്കാൻ ഇന്ന് പറ്റുമോ? കഴിഞ്ഞ നാളുകൾ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും സാധിക്കുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് 10 മിനിറ്റ് പ്രാർത്ഥിക്കണം മുടങ്ങാതെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, രേഖവിരോധമായി എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ത് ചെയ്യുന്നറിയാമോ? അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. എപ്പോഴാണ്? 6:10 തുടക്കം വായിച്ചേ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ, രേഖ എഴുതിയിരിക്കുന്നു എന്ന്
ദാനിയേൽ അറിഞ്ഞപ്പോൾ എന്തുവായിരുന്നു രേഖ? 7-ാം വാക്യം. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായൊരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസിയുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധന കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ രേഖ എഴുതിച്ചെന്ന് കേട്ടിട്ടും ദാനിയേലിനൊരു കുലുക്കവുമില്ല. കാരണം ദാനിയേലിനറിയാം ദാര്യാവേശ് ഉന്നതനാണ്, സംശയമില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്യുന്നതനോടാണ്. പ്രൈസ് ഗോഡ്. നീ ആരാധിക്കുന്നത് ആരെയാണ്? നീ പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? അത്യുന്നതനോടാണ്. ഈവൻ സാങ്ഷൻ ചെയ്താൽ ക്യാൻസൽ ചെയ്യാൻ ഒരുത്തനും സാധ്യമല്ല. ഇന്ന് പകൽക്കാലം നിനക്കുള്ള വിധി അവങ്കിൽ നിന്ന് പുറപ്പെടട്ടെ. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് എൻ്റെ വിഷയത്തിൽ, അത്യുന്നതനായ കർത്താവ് എൻ്റെ വിഷയത്തിൽ സാങ്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നുകൂടെ കടന്ന് ഞാൻ ചോദിക്കുക, ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാടാം. അത്യുന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. ഉന്നതനും അത്യുന്നതനുമായ ഒരുവൻ, നീ മാത്രം ദൈവം. ഹല്ലേലൂയ. നാളുകളിൽ ഹല്ലേലൂയ, ഉന്നതന്മാർക്ക് മീതെ ജാഗരിക്കുന്ന അത്യുന്നതനുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളതെന്ന് മാനസനകത്ത് ആഴത്തിലൊരു ചിന്ത പതിഞ്ഞേ ഇവിടുന്ന് പോകാവൂ. അങ്ങനെ വരുമ്പോഴാണ് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തനത്തിലെ 2-ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റത്തുള്ളൂ. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രൈസ് ഗോഡ്. ആ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിനക്കെതിരായി കുഴി കുഴിച്ചു. പ്രൈസ് ഗോഡ്. 6-ാം വാക്യം. അവരുടെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. അവരുടെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. എങ്ങനെ മനസ്സിടിയാതിരിക്കുന്നല്ലേ? ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഷൂറാ മനസ്സിടിയും. പക്ഷെ ഒരു കാര്യം, ഇടിഞ്ഞു കൊടുത്ത് കിടക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ എന്നെ ഭൂമിയിൽ നിന്ന് ആഴത്തിൽ നിന്ന് തിരികെ കയറ്റിയിരിക്കുന്നു. നിന്നെ കയറ്റുമെന്നേ. ഇടിഞ്ഞോടത്ത് കിടക്കത്തില്ല. നിന്നെ കയറ്റും, നിന്നെ കയറ്റും, നിന്നെ കയറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? നിന്നെ കൊണ്ട് പറയിപ്പിക്കും, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ചില വിഷയങ്ങളിൽ ഇടിഞ്ഞ മനസ്സുമായി വന്നിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ കൊണ്ട് എൻ്റെ ദൈവം പറയിപ്പിക്കും. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന ചില അവസ്ഥകൾക്ക് ഇപ്പോൾ മാറ്റം വരട്ടെ. 7-ാം വാക്യം. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ പാടുന്നതെന്നറിയാമോ? ഞാൻ എന്തുകൊണ്ടാണ് കീർത്തനം ചെയ്യുന്നത് പറയാമോ? പ്രൈസ് ഗോഡ്. താഴോട്ട് വായിച്ചേ, പിന്നെ വായിച്ചേ. എൻ മനമേ ഉണരുക, വീണയും കിന്നരുമായുള്ളവേ ഉണരുവിൻ. മനമേ ഉണര്, വീണ ഉണര്, കിന്നര ഉണര്, എല്ലാം കൂടെ ഉണര്. കാരണം ഞാൻ അധികാലത്തുണരും,
ഞാനും ഉണരും. പിന്നെ കർത്താവെ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ഞാൻ ചെയ്യും. സ്തോത്രം ചെയ്യും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഉണരും, ഞാൻ എന്തൊക്കെ ചെയ്യുന്ന പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഉണരും, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ വീണ്ടും കീർത്തനം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്യാനുള്ള കാരണം എന്നറിയാമോ? എനിക്ക് വേണ്ടി കുഴിച്ച കുഴിയിലേ അവൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട്, ശത്രു നിനക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ ശത്രു വീണ് കിടക്കുന്നത് കാണുമ്പോൾ എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവ ഉണരുക, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ആമേൻ. ശരിയാണോ? 7-ാം വാക്യം കഴിഞ്ഞപ്പോഴാണ് ഇത് പറയുന്നത് കേട്ടോ. 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. 6-ാം വാക്യം, സോറി. അവർ എന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. നിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മനസ്സ് കർത്താവ് ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിനക്ക് വേണ്ടി ശത്രു കുഴിച്ച കുഴിയിൽ ശത്രു കിടക്കുന്നത് കാണുമ്പോൾ നിന്റെ മനസ്സ് ഉറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, നിനക്ക് വേണ്ടി വിരിച്ച വലയിൽ ശത്രു കുടുങ്ങുന്നത് കണ്ടിട്ട് ദൈവത്തിന് സ്തോത്രം പറയുവാൻ. ഇന്ന് പകല് നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ ഇപ്പം എവിടെ അവസാനിച്ചേക്കുക? നിന്നെ നശിപ്പിക്കാൻ നിന്നവൻ ദേണ്ട കിടക്കുന്നു. വിശ്വാസ കണ്ണുകൊണ്ട് എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? നിന്നെ നശിപ്പിക്കാൻ നിന്നവൻ, നിന്റെ കുടുംബത്തെ നശിക്കുവാൻ നിന്നവൻ, നിന്റെ തലമുറയെ നശിപ്പിക്കാൻ നിന്നവൻ, നിന്റെ വീടിനെ നശിപ്പിക്കാൻ നിന്നവൻ, നിന്റെ സകലതും തകർക്കാൻ നിന്നവൻ, അവൻ കുഴിച്ച കുഴിയിൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് ചുമ്മാ പറയുകയല്ല. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദാനിയേൽ ചോദിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോട് ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. 22-ാം വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. സ്വർഗത്തിൽ നിന്നും കൈ നീട്ടി എന്നെ വിടുവിച്ചു. സ്വർഗത്തിൽ നിന്നും കൈ നീട്ടി സിംഹങ്ങളുടെ വായ അടച്ചു. ഇന്ന് പകൽക്കാലം നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ശത്രു ധിക്കാരം കാട്ടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി വിടുവിക്കുന്ന ദൈവം എങ്ങനെയാണ് വിടുവിക്കുന്നതെന്ന് മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം ചെയ്യാമോ? എന്നിട്ട് അതിന്റെ ദൈവത്തിന്റെ സ്തോത്രം 23-ാം വാക്യം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. പറ്റത്തില്ലെന്നേ, ഒരു കേടും പറ്റത്തില്ലെന്ന്, യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഇന്ന് പകൽക്കാലം ഇതുപോലെ പരിപാലനം തരുവാൻ, പ്രൊട്ടക്ഷൻ തരുവാൻ, സംരക്ഷണ തരുവാൻ കഴിവുള്ള മഹാദൈവത്തെയാണ് ഞാനും നീയും ആരാധിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്നു. അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരുടെ അസ്ഥികളൊക്കെയും തകർത്തു കളഞ്ഞു. പ്രൈസ് ഗോഡ്. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു. ചുമ്മാതല്ല സങ്കീർത്തനക്കാരൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഞാൻ പാടും, ഞാൻ സ്തോത്രം ചെയ്യും, ഞാൻ കിന്നരമെടുക്കും, ഞാൻ വീണയെടുക്കും, ഞാൻ തപ്പെടുക്കും, ഞാൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. ശത്രു കുഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? കരങ്ങളടിച്ചവനെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വിശ്വാസ കണ്ണുകൊണ്ട് നിന്റെ ശത്രു അവൻ കുഴിയിൽ വീണ് കിടക്കുന്നത് കണ്ട് അവനെ ആരാധിച്ച് ഇന്ന് വിലപ്പെട്ട് മടങ്ങിപ്പോണം. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, തലകൾ വണങ്ങട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സ്വസ്ഥത കെടുത്തുന്ന ചില വിഷയങ്ങൾ, എൻ്റെ കൈവശം വരേണ്ട ചില വിഷയങ്ങൾ ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്നു. എനിക്കത് തിരികെ കിട്ടണം. എൻ്റെ സ്വസ്ഥത, നഷ്ടപ്പെട്ട സ്വസ്ഥത എനിക്ക് തിരികെ കിട്ടണം. അതിനെന്ത് ചെയ്യണം? സ്വർഗത്തിലെ ദൈവം ഇടപെടണം. ദൈവത്തിൻ്റെ കരം ചലിക്കണം. സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി അവൻ വിടുവിക്കണം. അവൻ്റെ ദയയും അവൻ്റെ വിശ്വസ്തതയും എനിക്ക് വേണ്ടി അയക്കണം.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ദയയും വിശ്വസ്തയും എനിക്ക് വേണ്ടി കർത്താവ് അയച്ചു കഴിയുമ്പോൾ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്ന ദൈവം അവൻ്റെ മഹത്വം സർവ്വ ഭൂമിയിലും പരക്കും. അതെ, ദൈവത്തിൻ്റെ മഹത്വം ഞാൻ മുഖാന്തരം പരക്കണം. എങ്ങനെ പരക്കണം? ഞാൻ എഴുന്നേറ്റ് വിളിച്ചു പറയും, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അങ്ങനെ പറയിപ്പിക്കത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ കർത്താവേ നീ പ്രവർത്തിക്കണമേ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ് ഈ ദൈവം ശത്രുവിൻ്റെ പല്ലിനിരയായി കൊടുക്കാതെ കൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ദൈവത്തിന് സ്തോത്രം ജീവനുള്ള ദേശത്തന്നെ എത്തിക്കുകയും സന്തോഷവും സമാധാനവും അണിയിക്കുകയും എൻ്റെ സ്വസ്ഥത തിരികെ തരികയും ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ ശരണമാക്കുന്നു. അങ്ങനെ ഇന്ന് രാത്രി, ഇന്ന് പകല് യേശുവിനെ ശരണമാക്കി പ്രാർത്ഥിച്ച്, യേശുവിനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്ക് ഒരു മറുപടിയുമായി മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് അതിഥികളായി വന്നിട്ടുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വലത്തുകരം ഉയർത്തിയാട്ട് ആദ്യം ഈ സഭയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയാട്ട്. പ്രൈസ് ഗോഡ്, ആമേൻ. ഈ കരങ്ങൾ ഉയർത്തിയവർക്ക് അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് വന്നതും വെറുതെ അല്ല. ഞാൻ പറഞ്ഞതുപോലെ സ്വസ്ഥതയോടെ മടങ്ങിപ്പോകാൻ അല്ല, തടസ്സമായി വ്യാപരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുവാൻ മുമ്പോട്ട് വന്നാട്ടെ. സഹോദരന്മാർ ഈ ഭാഗത്തേക്കും സഹോദരന്മാർ ഈ ഭാഗത്തേക്കും വന്നാട്ട് സഭയായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കത്തക്കവണ്ണം പ്രൈസ് ഗോഡ് ദൈവം ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. ജീസസ്. പ്രൈസ് ഗോഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ജീവനുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേലേ, യെസ്, നിന്നെ സിംഹങ്ങളിൽ രക്ഷിപ്പാൻ നീ ആരാധിക്കുന്ന നിന്റെ ദൈവം പ്രാപ്തനായോ? പ്രൈസ് ഗോഡ്. രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് വായടച്ച് കളഞ്ഞു. ഇന്ന് ചില കേടുകൾ വരുത്താൻ നിൽക്കുന്ന, വിഴുങ്ങാൻ നിൽക്കുന്ന ശത്രുവിൻ്റെ വായടയ്ക്കത്തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് എന്നെ രക്ഷിക്കണമേ. യേശുവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഈ അർത്ഥത്തിലുള്ളൊരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ പറഞ്ഞു തരുമ്പോൾ എത്ര ഉറക്കെ പറയാമോ അത്ര ഉറക്കെ പിശാച് കേൾക്കട്ടെ. പിശാച് കേട്ട് ഓടട്ടെ. പ്രാർത്ഥിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ പ്രൈസ് ഗോഡ്. പട്ടി കടിക്കാൻ പറ്റും, അയ്യോ പത്തോ നിലവിളിച്ചാൽ 4 പേര് ഓടി വന്ന് പട്ടി ഓടും. ഉറക്കെ ദൂതന്മാർ ഇറങ്ങി വന്ന് വിടുവിക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഉറക്കെ പറഞ്ഞാട്ടെ. കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു മറുപടി പ്രാപിച്ച് എനിക്ക് മടങ്ങിപ്പോകണം. അതിനുവേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. എൻ്റെ ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞാൻ വേറെ ആരെയുമല്ല, അങ്ങയെ മാത്രം ശരണം പ്രാപിക്കുന്നു. യേശുവിനെ ശരണം പ്രാപിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ കർത്താവ്, യേശു ക്രിസ്തു എൻ്റെ ദൈവം, യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്കായി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുവിനെ എൻ്റെ രക്ഷിതാവായി, എൻ്റെ കർത്താവായി ഇപ്പോൾ ഞാൻ സ്വീകരിക്കുന്നു. യേശു എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇന്നും ജീവിക്കുന്നു. കർത്താവേ,
എന്നെ സഹായിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ സഹായിക്കണമേ, ദൈവത്തിൻ്റെ കരുണയാൽ എന്നെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. In the name of Jesus. ഇന്ന് പകൽക്കാലം കടന്നു വന്ന ഈ ദൈവമക്കളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സകല ദുഷ്ട ശക്തികളുടെ മേലും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ കെട്ടുകൾ, അഴിഞ്ഞു മാറട്ടെ കെട്ടുകൾ. In the name of Jesus. ഉടബല ഹതുരക ജഗലക രഗതക ശത്രുര അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ. ഉടബല ഹതുര ജബന രഗത. എല്ലാവരും ശക്തിയോടെ ആരാധിച്ചാട്ടെ. അഴിഞ്ഞു മാറട്ടെ, അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഉടബല ഹതുരക ജഗലക രഗതക ദുൽതര അർദുര ജബനക രഗതക ശകര. In the name of Jesus. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഓ ജീസസ്. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നട്ടെ. ഇനി സഭയ്ക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. അങ്ങോട്ട് തിരിഞ്ഞത് എല്ലാവരും പ്രൈസ് ഗോഡ്. സഭയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നിന്നാട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി സഭയിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ചില വിഷയങ്ങൾ ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്നു. അത് തട്ടിപ്പറിച്ച് എനിക്ക് തിരികെ കിട്ടാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചേ പറ്റൂ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലരുടെ വിഷയങ്ങൾ, ആമേൻ, കുടുംബ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ജോലിയുടെ വിഷയങ്ങൾ, സ്ഥല വിൽപ്പന, വീട് വിൽപ്പന, പ്രൈസ് ഗോഡ്, പർച്ചേസ്, എന്ത് വിഷയമാണെന്ന് എനിക്കറിയത്തില്ല. സ്വസ്ഥത കെടുത്തിയിട്ടിരിക്കുകയാണ്. ഇന്ന് അതിന്മേലൊരു മാറ്റം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, വിവാഹം, ജോലി, യാത്ര, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതെല്ലാം ഉണ്ടെങ്കിലും ആത്മീയത്തിൽ പുറകോട്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ആത്മീയമായും ഭൗതികമായും ഞങ്ങൾ ദൈവമക്കളെന്നുള്ള പദവിയിൽ ജീവിക്കത്തക്കവണ്ണം ഒരനുഗ്രഹം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ആത്മീയത്തെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിനെന്ന് ശൂന്യങ്കാരത്ത് പ്രാർത്ഥിച്ചതുപോലെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഫ്രുദറ ഖതുറ ബനകല ഖത്തുന ജബനക രഗതക ശന്തുര പടക രഗതക ജഗര സുനദ കലമ രഗതക ജഗരക സന്ദേ കർത്ത രഗത ജുനവ രഗത വർക രഗതക ജഗനക രഗത അർദുര ബനബല ഖത്തര ബവട. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്നിട്ട് ചില വിഷയങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുന്ന വിഷയങ്ങൾ, എനിക്കൊരു വഴി തുറന്നേ പറ്റൂ, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് കരങ്ങൾ ഉയർത്താം. നമ്മളെല്ലാവരും ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്ത് വിഷയമായാലും വഴികൾ തുറന്നേ പറ്റൂ. വിടുതൽ ദൈവം അയച്ചേ പറ്റൂ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടേ പറ്റൂ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ സേവിക്കുമ്പോൾ എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ദൈവം, കുറച്ച് കാര്യങ്ങളല്ല, സകലതും നിർവഹിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഉറക്കെ പറഞ്ഞ കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ ശരണമാക്കുന്നു. എൻ്റെ വിഷയത്തിന് ഒരു മറുപടി അയക്കണമേ. ശത്രു തടുത്തു വച്ചത്, അടച്ചു വച്ചത്, കെട്ടിവച്ചത്, പൂട്ടിവച്ചത് യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ, തകരട്ടെ, പൊട്ടട്ടെ, തുറക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായിരുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.